ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എനിക്ക് കുടിക്കണം ഡോക്ടർ. അല്ല, ഡോക്ടർ കുടിക്കോ? അതിപ്പോ നമ്മൾ പരസ്പരം സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. ഓക്കെ, ഇനി ഡോക്ടർ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യേ. ഇനി അഥവാ കുടിക്കുന്ന ആളാണെങ്കിൽ എന്റെ അസുഖം ഒന്ന് നേരാക്കി തന്നാൽ നമുക്ക് ഒന്നിച്ചിരുന്ന് കുടിക്കാം. അതാ ഞാൻ പറഞ്ഞത്. താനെന്താ ആളെ കളിയാക്കണോ? അയ്യോ ഡോക്ടറെ, ഞാൻ കളിയാക്കിയതൊന്നുമല്ല. എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് പറയുന്നതാ. അത് ഡോക്ടറെ, ഞാൻ നേരിട്ട് കാണാൻ വരാം. നിങ്ങൾക്ക് വിശപ്പുണ്ടോ? അതൊക്കെ ഉണ്ട് സാർ. നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ? ഉറക്കം അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാടോ ഇതിനൊക്കെ വീണ്ടും ശ്രമിക്കുന്നത്? മദ്യപിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവര്, ഉറക്കം നഷ്ടപ്പെട്ടവര് എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷേ താനതിന്ന് രക്ഷപ്പെട്ട ഒരാളല്ലേ സൂര്യ? അയ്യോ സാറേ, എനിക്ക് ഉപദേശം വേണ്ട. അത് സാറിന്റെ അടുത്ത് വരുന്ന പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തേക്ക്. അത് അവർക്കൊരു ഉപകാരമാവുമല്ലോ. സാർ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാ. സാർ എന്തെങ്കിലും ഒരു മരുന്ന് എനിക്ക് എഴുതാ. ഇന്നത്തെ ഒരു ദിവസം കൂടി ഞാൻ കുടിച്ചില്ലെങ്കിലേ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഒരു കുടിയനായിട്ട് കാണൂ സാർ, പ്ലീസ്. താനെന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? അയ്യോ ഡോക്ടർ, ഒരു മിനിറ്റ്. ഡോക്ടർ, ഇത് വേറൊരാളാണെന്ന് ചിന്തിക്കുന്നുകൊണ്ടാ ഇത്ര നിസ്സാരമായിട്ട് തോന്നുന്നത്. എന്റെ സ്ഥാനത്ത് ഡോക്ടർ അനിയനാണെന്ന് ചിന്തിച്ചു നോക്ക്. വേണ്ട, ഡോക്ടറുടെ മകനാണെന്ന് ചിന്തിച്ചു നോക്ക്. അവരെ വിഷമിക്കാതെ ഡോക്ടർ എന്തെങ്കിലും ചെയ്യില്ലേ? അതാ ഞാൻ പറഞ്ഞത്. നിർത്തണോ? നാട്ടിലുള്ളവരെ മദ്യപിക്കലല്ല എന്റെ ജോലി. ഐ ആം എ ഡോക്ടർ. ഹലോ ഹലോ. ഒരു കാര്യം പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്യുന്നത് മര്യാദയാണോ? അയ്യോ, ഇതെന്താണാവോ ഇത്ര മാത്രം പറയാനുള്ളത്? എന്നാൽ തന്റെ ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് മദ്യപിക്കാനുള്ള കഴിവ് തിരിച്ചുതരാൻ പറ. ദേവി ആളുകളെ നേർവഴിക്ക് നടത്താറേയുള്ളൂ. ഇനി ഞാനും നേർവഴിക്ക് നടക്കാം. സർ, ഞാനിന്ന് ആരതിയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ? എന്തിനാ? അല്ല, ഇവിടെ ഇരുന്ന സാറിന്റെ ഭ്രാന്ത് കാണണ്ടേ? ഓ, ഇപ്പൊ തനിക്ക് എന്നെ പിടിക്കുന്നില്ല അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. മദ്യപിക്കാത്ത സൂര്യ ആർക്കും പിടിക്കില്ല. മദ്യപിച്ചാലോ? ഓ, എന്തൊരു നല്ലവനാ ഞാൻ. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ കൊതിയാവാറുണ്ട്. ഞാനേ ആരതിയോട് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം സർ. എടൂ, ഞാൻ തന്നെ കൊണ്ടുവിടാം. തനിച്ചു പോണ്ട. വേണ്ട, ഞാൻ പോയിക്കോളാം സർ. വേണ്ട, ഞാനും വരാം. സാർ ആദ്യം സാറിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്ക്. ഞങ്ങക്ക് രണ്ടുപേർ കൂടി ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അതെവിടെ? അത് ഞങ്ങള് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ പോകുമ്പോ സാറിനെയും കൂട്ടി പോകാൻ പറ്റുമോ? ഓ, അങ്ങനെയാണെങ്കിൽ താൻ ചെല്ല്. ഞാനേ വേറെ ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചു നോക്കട്ടെ. ഞാനേ നേരത്തെ വിളിച്ച ആർക്കും ഒരു വിവരമില്ല. ആരെ വിളിച്ചാലും ഇതൊക്കെ പറയൂ സർ. എന്റെ രോഗത്തിന് മരുന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന നന്ദിനി നോക്കിയോ, പഴയതുപോലെ ഒരു മികച്ച കുടിയനായിട്ട് ഞാൻ തിരിച്ചു വരും. താൻ കണ്ടോ? ഗംഗാധരൻ വൈദ്യര്? ഞാൻ തന്നെ. നിങ്ങള് വിളിച്ചിരുന്നു? ഓ, അത് നിങ്ങളായിരുന്നു. മദ്യപാന ആസക്തി അല്ലേ? ആരാ കക്ഷി? ഇവളുടെ ഹസ്ബൻഡാ. ഓ, അയാളുടെ ജോലി എന്താ? ഒരുപാട് കമ്പനികളുണ്ട്, ബിസിനസ്സാ. സാധാരണ ഇത്തരക്കാരുടെ ആവശ്യങ്ങൾ എന്റെ മുന്നിലേക്ക് എത്താറില്ല. ഈ പാവപ്പെട്ടവരും ജീവിക്കാൻ ഗതിയില്ലാത്തവരും ഒക്കെ സങ്കടം പറഞ്ഞു വരാറുണ്ട്. നാടിനും വീടിനും ബാധ്യതയായിട്ട് കുടിച്ചു നടക്കുന്നവരുമായിട്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കുറെ കാലമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറ്റിപ്പോയാലെന്ന് വിചാരിച്ചിട്ട്. 24 മണിക്കൂറും കുടിച്ചുകൊണ്ടേയിരിക്കണം, അതാണ് കണ്ടീഷൻ. ശീലത്തിന് പഴക്കമുണ്ട്. പിന്നെ ഇത്തരം ആളുകള് മദ്യത്തിന്റെ അടുത്ത് നിന്നും പൂർണ്ണമായി ഒഴിയാനും ബുദ്ധിമുട്ടാണ്.
അവരുടെ ബിസിനസ് പാർട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ, മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കഴിപ്പിച്ചോളാം. ഇപ്പൊ നിങ്ങൾക്കത് നിസ്സാരമെന്ന് തോന്നും. പക്ഷെ ഒരു മദ്യപാനി അറിയാതെ മരുന്ന് അയാളുടെ വയറ്റിൽ എത്തിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാ. ഞാൻ പറയുന്ന രീതിയിൽ രാവിലെയും വൈകിട്ടും ക്രമമനുസരിച്ച് ഇത് അയാൾക്ക് കൊടുക്കാമെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ ഇതിന് ഫലമുണ്ടാകും. ഇടയിൽ വെച്ചിത് മുടങ്ങിപ്പോയാൽ ഇതിന്റെ ഫലം ഇല്ലാതാകും. ഓ, പിന്നെ മരുന്നകത്തുള്ള സമയത്ത് അയാൾ മദ്യപിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പണ്ടത്തെ പോലല്ലോ, ഒരു വിഷയം വരുമ്പോൾ ആ മരുന്ന് എവിടുന്ന് കിട്ടി, ആരാ ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അത്തരം പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. എന്തായാലും നല്ലൊരു ഉദ്ദേശത്തിനാണല്ലോ. മദ്യപാന വിരക്തി വരുന്ന സമയത്ത് അയാൾ ചില ബഹളങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് സഹിക്കാനും പൊറുക്കാനും ഉള്ള മനസ്സുകൂടി വേണം. അതൊന്നും പ്രശ്നമല്ല, അങ്ങ് മരുന്ന് തന്നാ മതി. ഇതെന്താ മാഡം? നന്ദിനി കൊടുത്ത നാട്ടുമരുന്ന് സൂര്യക്ക് ഫലിക്കാൻ പാടില്ല. അതിനുള്ള മറുമരുന്നാ ഇത്. നന്ദിനി എങ്ങനെയാണ് സൂര്യക്ക് മരുന്ന് കൊടുക്കുന്നത് എന്ന് നോക്കണം. അതേ മരുന്നിൽ ഇത് കൂടി മിക്സ് ചെയ്ത് വേണം സൂര്യക്ക് കൊടുക്കാൻ. അത് നിന്റെ മിടുക്ക്. അല്ല മാഡം, മാഡത്തിന് സൂര്യ സാറിന് ഒരുപാട് ഇഷ്ടമല്ലേ? സൂര്യ സാറിനെ സ്വന്തമാക്കണമെന്നല്ല മാഡത്തിന്റെ ആഗ്രഹം. അപ്പൊ പിന്നെ സൂര്യ സാർ കുടി നിർത്തുന്നത് മാഡത്തിന് നല്ലതല്ലേ? കനക, ഞാൻ ആദ്യമായിട്ട് സൂര്യയെ കാണുമ്പോ അവന്റെ കയ്യിൽ മദ്യം ഉണ്ടായിരുന്നു. സോ എനിക്ക് സ്വന്തമാവുന്ന സൂര്യ അവൻ പഴയതുപോലെ തന്നെ ആവണം.